അഭിമാനം പോയപ്പോഴാണ് അവർക്ക് ബ്രഹ്മവിജ്ഞാനം കിട്ടിയത്. അതുകൊണ്ട് വിജ്ഞാനത്തിന് ശമം ദമം തുടങ്ങിയവയെ വിധിക്കുന്നു, അഭിമാനത്തെ ഉപേക്ഷിക്കുന്നതിനെ വിധിക്കുന്നു. തസ്മാത് ക്ഷമാദി സാധന വിധാനാർത്ഥ അയമർത്ഥവാദ ഇതി അവസീയത. അതുകൊണ്ട് ശമം ദമം തുടങ്ങിയവയെ വിധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർത്ഥവാദം എന്ന് ഉറപ്പിക്കപ്പെടുന്നത്. എന്തൊക്കെയാ കാരണം പറഞ്ഞേ? ഒന്ന് യത്നാധിക്യ പ്രദർശനാർത്ഥം, രണ്ട് ദുർവിജ്ഞേയതാഖ്യാപനാർത്ഥം, മൂന്ന് ശമാധി സാധന വിധിക്കാൻ വേണ്ടിയിട്ട്. നാലാം വേറെ പറയുകയാണ് കാരണം സഗുണോപാസനാർത്ഥോ വാ, സഗുണോപാസനയെ വിധിക്കാൻ. അതെവിടെയാണ് സഗുണോപാസന? പറയാൻ പോകുന്നുണ്ട്. സഗുണോപാസനയെ വിധിക്കാൻ. എന്തിനാണ് സഗുണോപാസന ഇവിടെ വിധിക്കുന്നത്? ഇവിടെ എന്തിനാണ് സഗുണോപാസന വിധിക്കുന്നത്? കാരണമുണ്ട്. അബോധിതത്വാത് നിരസിച്ച് നീക്കിയത് കൊണ്ട്. എവിടെയാണ് നിരസിച്ച് നീക്കിയത്? നേദം യതിതമുപാസത്തെ, ഇതാണെന്ന് പറഞ്ഞു ഉപാസിക്കണതൊന്നും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെന്തായി? എല്ലാ സഗുണോപാസനയും ഉപേക്ഷിച്ചു. ഉപനിഷത്താ പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണമൊന്നും ബ്രഹ്മമല്ല. പിന്നെ എന്തിനാ വിഡ്ഢിത്തരം കെട്ടുന്നത്? ഇത് വലിയൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. വലിയ വിഷയമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മൾ ആശ്രമം ആരംഭിച്ച ആ ഒരു ആരംഭകാലത്താണ്, 92, 93 കാലഘട്ടത്തിലാണ്. വളരെ വയോവൃദ്ധനായ ഒരാൾ ഇവിടെ വന്നു. അപ്പോൾ അവരെ കുടുംബത്തിൽ ചില മണ്ഡപങ്ങൾ, ചില ആരാധനാസ്ഥാനങ്ങൾ പുതുക്കി പണിതിട്ടുണ്ട്. അതിൻ്റെ കലശം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. എന്നാൽ അവിടെ നമ്മൾ ചെല്ലണം എന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധം. ചെല്ലാന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ വിളിച്ചാൽ പോയാൽ ഒരു ഗുണമല്ലേ? ഇല്ലേ? എന്തായാലും എന്തെങ്കിലും തരില്ലേ? ചായയോ കാപ്പിയോ എന്തെങ്കിലും തരും. പോയാലൊരു ഗുണമാണ്. അങ്ങനെ പോയി അവിടെ ചെന്നു. മണ്ഡപമൊക്കെ ഭംഗിയായി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ അദ്ദേഹം ധാരധാരയായിട്ട് കരയാൻ തുടങ്ങി. അത് ഒരു സന്തോഷത്തിൻ്റെ കരച്ചിലല്ല, അല്ലാതെ സങ്കടത്തിൻ്റെ കരച്ചിലല്ല. വലിയൊരു ആനന്ദ കണ്ണീരാണ്. അപ്പം എന്താ സംഭവം വെച്ചാൽ, പൂർവികമായിട്ട് അവരുടെ തറവാട്ട് വകയിൽ അവിടെ മണ്ഡപങ്ങൾ, പൂജാസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വേദാന്തിയായി, ഉപനിഷത്ത് പഠിച്ചു. അങ്ങനെ നമ്മളെ വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ശിഷ്യനായപ്പോൾ ആദ്യം ചെയ്തത് നിലവിളക്കൊക്കെ എടുത്ത് തൂക്കി വിറ്റു. അടുത്തതായിട്ട് ഈ മണ്ഡപത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ എടുത്ത് വലിച്ച് കടലിലെറിഞ്ഞു. മണ്ഡപം മൂത്രമൊഴിക്കുന്ന സ്ഥലമാക്കി. അവിടെ മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാ? മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ വാഗ്ഭടാനന്ദ ഗുരു പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അതുണ്ടാവില്ല. പക്ഷേ ഏതൊരു മാർഗത്തിലും പുതുതായിട്ട് പ്രവേശിക്കണവർക്ക് ഒരു ആവേശാധിക്യം പതിവുണ്ട്. ഒരാൾ ഒരു ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് മുസ്ലിം മതം സ്വീകരിച്ചു എന്ന് വിചാരിച്ചോളൂ. അയാൾ ആദ്യം ചെയ്യുക ഹിന്ദുവിന് 4 തരി ദിവസവും പറയണം, എന്നാലേ അയാൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതുപോലൊരു ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ അത് ഉപേക്ഷിച്ചിട്ട് ഹിന്ദുവായി എന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് ആദ്യ ഒരാഴ്ച മുസ്ലിമിനെ തെറി പറഞ്ഞാൽ മതിയാവും, എന്നാലേ ഉറക്കം വരും. ഇത് രണ്ടും തുല്യ രോഗികളാണ്, രണ്ടും. അപ്പോൾ ഇയാൾ മുസ്ലിം തെറി പറയുമ്പം ഈ എന്താ പറയേണ്ടത്, ഞങ്ങൾ വലിയ ഹിന്ദുവാദികളാന്ന് പറഞ്ഞ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും, അത് സഹജമാണ്. അതുപോലെ അയാൾ ഹിന്ദുവിനെ തെറി പറയുമ്പോൾ ഞങ്ങൾ വലിയ മുസ്ലിമാന്ന് പറയുന്നവർക്കും
സന്തോഷം ഉണ്ടാവും. രണ്ടുപേരും കണ്ണ് കാണാത്തവർ ആനയെ കണ്ടതുപോലെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ടൊരു വിശേഷമില്ല. സഹജമായത്. ശ്രദ്ധിച്ചില്ല, എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവും. അപ്പം ഇദ്ദേഹം ആവേശത്തിൽ ഇതൊക്കെയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹം പല വിധത്തിൽ പലവിധ വ്യാധികൾ വന്ന് മരിച്ചു. കഷ്ടപ്പെട്ട് നരകയാതന അനുഭവിച്ചിട്ട് മരിച്ചു. പക്ഷെ അന്ന് മക്കൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല, മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തലമുറ വലുതായപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഈ പൊളിച്ചതൊക്കെ ഒന്ന് പുതുക്കി പണിയണമെന്നായി. അങ്ങനെ ചില പ്രശ്നവിചാരമൊക്കെ ചെയ്തു. അതിനനുസരിച്ച് അവിടെ കാര്യങ്ങളൊക്കെ നടന്നു. ഭംഗിയായി, വളരെ ഭംഗിയായി. വളരെ ഭംഗിച്ചാൽ മുമ്പ് എങ്ങനെ കൊണ്ടായിരുന്നു അതിനേക്കാൾ പ്രശോഭിച്ചിട്ടാ. അപ്പം അതൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരൊറ്റ സംശയമുള്ളൂ, ഈയൊക്കെ ഇതിൽ കരഞ്ഞതിനാ. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ഏതോ ഒരു സന്യാസിയെ വല്ലാതെ ഇനി അങ്ങോട്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. ഒരു ഭിക്ഷയ്ക്ക് വന്നപ്പോൾ ഒരു സന്യാസി അവിടെ എന്തോ ഭിക്ഷയ്ക്കോ, ഈ മുമ്പ് കാലത്ത് അങ്ങനെയാണല്ലോ, ഓരോ തറവാട്ടിലൊക്കെ ആണല്ലോ പോവുക, എന്നിട്ട് എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെയാണ് ആ കാലത്ത് സന്യാസിമാരുടെ ചര്യ. അപ്പോൾ വളരെ അരുതാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് സന്യാസിയെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഉണ്ടാവും. അതിവരുടെ മനസ്സിലൊരു മുള്ളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു സന്യാസിയെ വിളിച്ചതും ഒരു സന്യാസി ആ മണ്ഡപത്തിൽ പാദം സ്പർശിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി കരഞ്ഞതുമൊക്കെ. ഇതെന്താ പറയണമെന്ന് ചോദിച്ചാൽ, നേതം വ്യതിതം ഉപാസന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി, സഗുണസാകാരോപാസനയുടെ എല്ലാം വലിച്ചെറിഞ്ഞുണ്ട്. ഞാൻ ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ബ്രഹ്മം സർവം ഖലു ഇതം ബ്രഹ്മ. നിങ്ങളൊക്കെ മഹാബദ്ധാളുണ്ടോ ചെയ്യണത്? വിഷ്ണുവിനെ പൂജിക്കണോ, ശിവനെ പൂജിക്കണോ, വേറെക്കേട് വേദാന്തം മാത്രമോ, ഞങ്ങളാണ് ശരി. ഇങ്ങനെയൊക്കെ ഉള്ള തുടക്കക്കാരുണ്ടാവും ഇല്ലേ? ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. വലിയ പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് നേതം വീതിതം ഉപാസനയെന്ന് പറഞ്ഞുവല്ലോ നേരത്തെ. അപ്പോൾ പിന്നെ ഉപാസനയൊന്നും ഇല്ല, സഗുണോപാസനയൊന്നും ഇല്ല, ഒക്കെ നിർത്തിവെച്ചു, ഒക്കെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ലല്ലോ. അതെങ്ങനെയാ പറ്റുക? ഉപാസനയ്ക്ക് ഉപാസന തന്നെ വേണ്ടേ എന്ന്. അപ്പോൾ സഗുണോപാസനാർത്ഥോ വാ, സഗുണോപാസനയെ വിധിക്കാൻ വേണ്ടിയിട്ടും ആവാം ഇത് ആപോദിതത്വം. അത് നിഷേധിച്ചത് കൊണ്ട് നേതം യതിതം ഉപാസത ഇതി ഉപാസ്യത്വം ബ്രഹ്മണ അബോധിതം. നേതം യതിതം ഉപാസത എന്ന് പറഞ്ഞിട്ട് സഗുണോപാസന നിഷേധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അബോധിതത്വാത് അനുപാസ്യത്വേ പ്രാപ്തേ, അങ്ങനെ നിരസിച്ചത് കൊണ്ട് ഉപാസിക്കരുത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ ഇത് പറഞ്ഞ് ഉപാസിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ബ്രഹ്മല്ല എന്നേ പറഞ്ഞുള്ളൂ. ദേവതയല്ല എന്ന് പറഞ്ഞോ? ദേവത ഉപാസന വേണ്ട പറഞ്ഞോ? പറഞ്ഞില്ല. ഇത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പം. ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉപാസ്യമല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉപാസ്യമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കുക. തസ്യൈവ ബ്രഹ്മണ സഗുണത്വേന അധിദൈവം അധ്യാത്മം ച ഉപാസനം വിധാതവ്യം. അപ്പം ആ ബ്രഹ്മത്തിൻ്റെ സഗുണത്വേന ആദിദൈവിക ഭാവത്തിലും ആധ്യാത്മഭാവത്തിലും ഉപാസന വിധിക്കേണ്ടതാകുന്നു എന്നുള്ളത് കൊണ്ടുമാകാം ആഖ്യായിക. അപ്പം എത്ര ലക്ഷ്യമാണ് പറഞ്ഞേ? ആഖ്യായികയുടെ കുറേ ലക്ഷ്യം പറഞ്ഞു, മറക്കരുത്. നമ്പറിട്ട് എഴുതി വെച്ചോളൂ. ഇത്യാധിദൈവതം തദ് വനമിത്യുപാസിതവ്യമിതി ഹി വക്ഷ്യതേ.
തദ്വനം എന്ന നിലയ്ക്ക് ബ്രഹ്മത്തെ ഉപാസിക്കണം എന്നിവിടെ വിധിക്കാൻ പോകുന്നുണ്ട്. തദ്വനമിത്യുപാസിതവ്യം എന്ന് പറയാൻ പോകുന്നുണ്ട്. തദ്വനം എന്ന് ഉപാസിക്കണം എന്ന് പറയാൻ പോകുന്നുണ്ട്. വ്യക്തമാണല്ലോ. അപ്പോൾ എന്തും പറഞ്ഞാൽ തുടങ്ങണത് ബ്രഹ്മ ഹ ദേവേഭ്യോ വിജിഗ്യേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത്. അപ്പോൾ എന്താണ് അവിടെ ബ്രഹ്മം? ബ്രഹ്മ ഇത് പരോലിംഗാത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമമാണ്, പരമമായതാണ് ബ്രഹ്മം. എന്തുകൊണ്ട്? ലിംഗാത്, അതിനുള്ള സൂചനകളാണുള്ളത്. പരമാത്മാവാണ് എന്നുള്ളത് ബ്രഹ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത്. അതാണ് നഹി അന്യത്ര പരാതീശ്വരാത് നിത്യസർവജ്ഞാത് പരിഭൂയ അഗ്നിയാദീൻ തൃണം വജ്രീകർത്തും സാമർഥ്യമസ്തി. ബ്രഹ്മത്തിനല്ലാതെ, പരമേശ്വരനല്ലാതെ, പരമാത്മാവിനല്ലാതെ, നിത്യസർവജ്ഞനല്ലാതെ മറ്റാർക്കും അഗ്നി, വായു തുടങ്ങിയവരുടെ മുമ്പിൽ ഒരു പുൽക്കൊടിയെ വജ്രസമാനമാക്കാൻ സാധിക്കില്ല. പുൽക്കൊടിയെ വജ്രസമാനമാക്കി അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയല്ലേ. അപ്പോൾ ഒരു പുൽക്കൊടിയെ, ഉണങ്ങിയ പുൽക്കൊടിയെ വജ്രസമാനമാക്കി മാറ്റി എന്നാ കഥ. അത് പരമാത്മാവിനല്ലാതെ, പരമേശ്വരനല്ലാതെ സാധിക്കില്ല. തന്ന ശശാകദഗ്ധ്വമിതി ഇത്യാദി ലിംഗാത്. തന്ന ശശാകദഗ്ധ്വം, അതിനെ കത്തിക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? അഗ്നിക്ക് എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പോൾ ആ വക ലിംഗങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മശബ്ദവാച്യ ഏവ ഈശ്വര അവസീയതേ. ഇവിടെ ബ്രഹ്മശബ്ദം കൊണ്ട് പറയുന്നത് സർവേശ്വരനാണ് എന്നുള്ളത് ഉറപ്പിക്കപ്പെടുന്നു. നഹി അന്യഥ അഗ്നി തൃണം ദഗ്ധും നോത്സഹതേ വായു വാദാതും. അല്ലാത്ത പക്ഷം അഗ്നി ഒരു പുൽക്കൊടിയെ കത്തിക്കാൻ പരിശ്രമിക്കുകയൊന്നുമില്ല, വായു ഒരു പുൽക്കൊടിയെ ഇളക്കാൻ പരിശ്രമിക്കുകയൊന്നുമില്ല. മനസ്സിലായില്ല? ഈ പ്രപഞ്ചം മുഴുവൻ ദഹിപ്പിക്കാൻ കെൽപ്പുള്ള ആളാണ്. അത് പിന്നെ പരിശ്രമിച്ചു പോവുക. അപ്പോൾ അത് ഈശ്വരനാണെന്നുള്ള ഒരു കാണിക്കണത്. ഈശ്വരേച്ഛയാ തൃണമഭി വജ്രീഭവതി. ഈശ്വരേച്ഛ കൊണ്ട് പുൽക്കൊടി പോലും വജ്രസമാനമാകുന്നു. തത്സിദ്ധി ജഗതഃ നിയത പ്രവൃത്തേഃ. തത്സിദ്ധി ജഗതഃ നിയത പ്രവൃത്തേഃ. ഈ പ്രപഞ്ചത്തിൻ്റെ നിയത പ്രവൃത്തി, ജഗതഃ നിയത പ്രവൃത്തി കൊണ്ട് തത്സിദ്ധി, ആ സിദ്ധി, ഈശ്വരൻ്റെ ആ സിദ്ധി സകലത്തെയും ധരിച്ച് നിലനിർത്തുന്നു എന്നുള്ള. അതുകൊണ്ടാണല്ലോ ആ നിയമത്തെ ലംഘിക്കാൻ അഗ്നിക്കോ വായുവിനോ സാധിക്കാതെ പോയത്. ശ്രുതിസ്മൃതി പ്രസിദ്ധിഭിः നിത്യ സർവവിജ്ഞാനേ ഈശ്വരേ സർവാത്മനി സർവശക്തോ സിദ്ധേ അഭി ശാസ്ത്രാർത്ഥ നിശ്ചയാർത്ഥമുച്യതേ. അപ്പോൾ ശ്രുതി സ്മൃതി പ്രസിദ്ധിഭിः, ശ്രുതി സ്മൃതി പ്രസിദ്ധികളെ കൊണ്ട്. ഇതേ പ്രസിദ്ധി എന്താ? പ്രസിദ്ധി ലോകപ്രസിദ്ധി. ശ്രുതി വാക്യങ്ങളെ കൊണ്ടും സ്മൃതിവാക്യങ്ങളെ കൊണ്ടും ലോകപ്രസിദ്ധി കൊണ്ടും നിത്യ സർവവിജ്ഞാനമായ ഈശ്വരനുണ്ട്, സർവശക്തിമാനുണ്ട്. അതെങ്ങനെ? സകല കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം ഉണ്ടെന്നതിനാൽ, നിയമം പ്രചലിക്കുന്നുണ്ടെങ്കിൽ നിയാമകനുണ്ടെന്നതിനാൽ നിത്യ സർവജ്ഞനായ ഈശ്വരനുണ്ടെന്നുള്ളത് സിദ്ധമാണ്. എങ്ങനെ സിദ്ധം? ശ്രുതി സ്മൃതി പ്രസിദ്ധിഭിः. ശ്രുതി സ്മൃതി പ്രസിദ്ധികളെ കൊണ്ട് സിദ്ധമാണ് ഈശ്വരൻ. എങ്കിലും ശാസ്ത്രാർത്ഥ നിശ്ചയം പറയണമല്ലോ. ശ്രുതി സ്മൃതി പ്രസിദ്ധികളെ കൊണ്ട് ഈശ്വരനുണ്ട് എങ്കിലും ഈ ഉപനിഷത്തിൻ്റെ വാക്യത്തിലൂടെ അത് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആഖ്യായിക.
ഈശ്വര മഹിമയെ ഖ്യാപനം ചെയ്യുന്നു. തസ്യ ഈശ്വരസ്യ സദ്ഭാവസിദ്ധി കുതഃ ഭവതി. ആ ഈശ്വരൻ്റെ സദ്ഭാവസിദ്ധി എങ്ങനെ ഉണ്ടാകുന്നു? ആ ഈശ്വരൻ്റെ സദ്ഭാവസിദ്ധി. ഈ സദ്ഭാവസിദ്ധി പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള ഭാവമാണ് സദ്ഭാവം. ഈശ്വരനുണ്ട് എന്നുള്ള സിദ്ധി ആണ് ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു? ഉച്യതേ പറയുന്നു. എങ്ങനെയാണ് ഈശ്വരൻ്റെ സിദ്ധി ഉണ്ടാവുന്നത്? ഈശ്വരൻ്റെ സിദ്ധിച്ചാൽ ഈശ്വരനാണെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല. സ്വതസിദ്ധനായ ഈശ്വരൻ ഉണ്ടെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? ആണ്. അത് മറന്നുപോയി. അത് മറന്നുപോയതുകൊണ്ടാണ് ഞങ്ങൾ എന്നുള്ള അഭിമാനം വന്നത്. യതിദം ജഗത്, ഈ യാതൊരു ജഗത്തുണ്ടോ? യതിദം ജഗത്, ഈ യാതൊരു ജഗത്തുണ്ടോ? എങ്ങനെയുള്ളതാണ്? ദേവഗന്ധർവയക്ഷരക്ഷ പിതൃപിശാചാദി ലക്ഷണം. എങ്ങനെയുള്ളതാണ് ജഗത്ത്? ദേവ ഗന്ധർവ യക്ഷ രക്ഷ പിതൃ പിശാചാദി ലക്ഷണമാണ്. ദേവന്മാര്, ഗന്ധർവന്മാര്, യക്ഷങ്ങള്, രക്ഷസ്സുകള്, പിതൃക്കള്, പിശാചുക്കള്, ഇങ്ങനെയുള്ള എല്ലാം നിറഞ്ഞതാണ് ഈ ജഗത്ത്. ഇവിടെ ഇല്ലാത്ത എന്താ ഉള്ളത്? ഇല്ലേ? നമുക്കറിയാത്തതും അറിയുന്നതുമായ കോടാനുകോടി ജീവരാശികൾ ചേർന്നതാണ് ഈ ജഗത്ത്. ദ്യുപ് വിയത് പൃഥിവ്യാദിത്യ ചന്ദ്രഗ്രഹ നക്ഷത്ര വിചിത്രമാണ് ഈ ജഗത്ത്. ദ്യുലോകം, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയെ കൊണ്ട് വിചിത്രമാണ് ഈ ജഗത്ത്. അല്ലേ? ദ്വിലോകം, വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, പിന്നെ ഭൂമി, പൃഥിവി, ആദിത്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയെ കൊണ്ട് വിചിത്രമാണ്. പിന്നെ വിവിധ പ്രാണ്യുപഭോഗ യോഗ്യസ്ഥാന സാധന സംബന്ധിയാണ്. വിവിധങ്ങളായ പ്രാണികൾ. എന്തൊക്കെ പ്രാണികളാ? എത്ര കോടാനുകോടി പ്രാണികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്ര കോടിയുണ്ട്? ട്രില്യൺ കണക്കിനുണ്ടെന്നാണ് പറയണത് നമ്മളെ ശരീരത്തിൽ. പുറത്ത്, അകത്തല്ല. അതിൻ്റെ അത്ര തന്നെ ഇരട്ടി അകത്തും ഉണ്ടാവും. ഉണ്ടാവില്ല? അപ്പോൾ പിന്നെ മൊത്തം ഈ പ്രപഞ്ചത്തിലെ സ്ഥിതി എന്താ? ഇതിനൊക്കെ സെൻസസ് ആരെടുത്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ആ ജനങ്ങൾ പറയുന്നത് സെൻസസിൽ എണ്ണം കൂടി കുറഞ്ഞു. എന്തോ കിട്ടും. ഭൂമി വിട്ടാലും ജീവനുണ്ടാവും. നക്ഷത്രവാസികളെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ഗ്രഹവാസികളെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നൊക്കെ വേദം ശാന്തി ആശംസിക്കുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടാവണം. അതൊക്കെ ഭൂമി തന്നെ. അതൊക്കെ ഭൂമി തന്നെ. അപ്പോൾ ദ്യു വിയത് പൃഥിവ്യാദിത്യ ചന്ദ്രഗ്രഹ നക്ഷത്ര വിചിത്രം വിവിധ